പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആശ്വാസമായി പെൻഷൻ ഇന്നു മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 60 ലക്ഷത്തിലധികം പേരാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഒരാൾക്ക് 1600 രൂപ എന്ന കണക്കിൽ 900 കോടി രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ എത്തുക. അല്ലാത്തവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലെത്തും. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പല ബാങ്കുകളിലേക്കും പെൻഷൻ തുക എത്തിയിട്ടില്ലെന്നതാണ് പുറത്തു വരുന്ന വിവരം. ജൂണിലാണ് ക്ഷേമ പെൻഷൻ അവസാനമായി നൽകിയത്. ഇതിന് പിന്നാലെ അടുത്ത സാമ്പത്തിക വർഷത്തോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. 2023 മെയ് മുതലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം മന്ദഗതിയിലായത്. 2023 ഓഗസ്റ്റിൽ ഓണത്തിന് മുമ്പ് മെയ് ജൂൺ മാസങ്ങളിലെ പെൻഷൻ സർക്കാർ നൽകിയിരുന്നു. പിന്നീട് ജൂലൈ മാസത്തെ പെൻഷൻ കുടിശ്ശികയും സർക്കാർ വിതരണം ചെയ്തിരുന്നു. വിഷുവിനും റംസാനും മുന്നോടിയായി ഏപ്രിലിൽ 3200 രൂപ വീതം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശികയും നൽകിയിരുന്നു. പല തവണയായുള്ള ഇത്തരം കുടിശ്ശിക വരുത്തൽ മൂലം ഗുണഭോക്താക്കളും നട്ടം തിരിയുന്ന അവസ്ഥയിലാണ്. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് 5 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത്. ഇതിലെ 2 ഗഡു ഈ വർഷവും 3 ഗഡു അടുത്ത വർഷവും നൽകുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും 40,000 കോടി രൂപ ചിലവഴിച്ച് കോവിഡ് കാലത്ത് പോലും ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ തടസ്സം എന്നാണ് വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടില്ലെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണക്കെടുപ്പ് പൂർത്തിയാക്കി ധനവകുപ്പിന് നൽകിയെന്നാണ് ബന്ധപ്പെട്ട ചില വകുപ്പുകൾ പറയുന്നത്. ഇനി തുക റിലീസ് ചെയ്യാൻ മാത്രമാണ് താമസമെന്നും അധികൃതർ പറയുന്നു. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.